ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തൊടുപുഴക്കാരുടെ സ്വന്തം മദ്രാസ് കഫേയിലാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലൂടെയും റീലുകളിലൂടെയും എല്ലാം സുപരിചിതമായ ഒരിടമാണ്. ഈ ഒരു റീസെൻ്റ്ലി ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. ഒരു തറവാട് ഫീൽ, അല്ലെ ഒരു ഹോംലി ഫീലൊക്കെ കിട്ടുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച കണ്ടാലോ? വാ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വീട്ടിലോട്ട്, ഒരു ഹോട്ടലല്ല, ഒരു വീട്ടിലോട്ട് കയറി വരുന്ന ഒരു ഫീലാണ്. ഇവിടെ പഴയ ജനൽപ്പാളികളും കാര്യങ്ങളൊക്കെയാണ്. കോലങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു തമിഴ് ആർക്കിടെക്റ്റ് പോലുള്ള കോലങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ ഭിത്തിയിലുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ നമുക്ക് കിച്ചൺ കാണാം. നല്ല, അതായത് ഒരു ഓപ്പൺ സ്പേസ് കിച്ചൺ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോംലി ഫീൽ ഉള്ള ഒരു ഹോട്ടലാണ്. അതായത് കയറി വരുമ്പോഴേ നമുക്കൊരു ഓപ്പൺ കിച്ചൺ, അവിടെ കുക്കിംഗ് ഏരിയ കാണാം. ഇവിടെ മനോഹരമായ ഒരു സ്പേസ്, അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് ഫുള്ള് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യണമെങ്കിൽ നടക്കാനുള്ള സ്പേസ്, ഒരു പ്രകൃതി രമണീയമായി നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയല്ലേ, അതുപോലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ടോട്ടലി ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സിറ്റിംഗ് ഉണ്ട്, പ്രൈവസി വേണ്ടവർക്ക്. ഇനി അങ്ങോട്ട് അകത്തെ കാഴ്ച കാണാം. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡുകളുടെ ഒരു ലിസ്റ്റ് മെനു അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ എൻട്രൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. സൈഡിലായി നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ സിറ്റിങ്, മുള കൊണ്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അവിടെ. പിന്നെ ഈ പ്രൈവറ്റ് സ്പേസ് വേണ്ടവർക്ക്, അതായത് ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, ഫ്രണ്ട്സായി വരുന്നവർക്ക് അവരുടേതായ ഒരു ഏരിയ, ഫുഡ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് സ്പേസ് ആണിത്. ഇതിന്റെ റൂഫും കാര്യങ്ങളും എല്ലാം പഴയ ഒരു തറവാട് രീതിയിലാണ് അവർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അകത്തുണ്ട് ഡൈനിങ് ഏരിയ, അതായത് കുറെ പോർഷൻസ് ആയിട്ടാണ് ഇവർ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അകത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ ഒരു ഹാളാന്ന് തോന്നുന്നു, പഴയ തറവാടിന്റെ ഒരു ഹാൾ അവർ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ഇതൊരു സൈഡ് ഏരിയ പോലെ, അതായത് നമുക്ക് വിൻഡോ നോക്കിയാൽ നമുക്ക് ഔട്ട് സൈഡ് വിഷ്വല് കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ഏരിയ. പിന്നെ ഈ ഒരു വാളിന്റെ സൈഡിലായിട്ട് പണ്ട് കാലത്തെ മണ്ണെണ്ണ വിളക്ക് അവിടെ തൂക്കി വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ വെറൈറ്റി ഓഫ് ഡിഷസ് എന്ന് പറയുന്നത്, ഉച്ചയ്ക്ക് വന്ന ഇവിടുത്തെ അടിപൊളി ചട്ടിച്ചോറ് കിട്ടും. അതുപോലെ തന്നെ കൊത്തു ദോശ, ബീഫ് കറി ദോശ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരിക്കുകയാണ്. ഫ്രൈഡ് റൈസും ബീഫ് കറി ദോശയാണ് ഓർഡർ ചെയ്തത്. ഏട്ടൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പം ഏട്ടൻ്റെ ഡിഷ് ആദ്യം വന്നു. ഒരു വാ പോലും തരാണ്ട് സ്വന്തമായി ഫുഡ് കഴിക്കുകയാണ് ഗൈസ് ഏട്ടൻ. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ബീഫ് കറി ദോശ വന്നു. എങ്ങനെയുണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? നല്ല ചൂട് ദോശയായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മേലെയാണ് ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് ഫ്രൈഡ് റൈസ് ആണെങ്കിലാട്ടെ ദോശ ആണെങ്കിലാട്ടെ അടിപൊളിയാണ്. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വേർത്തായിരുന്നു അത്. പിന്നെ പ്രൈസും നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പം മൊത്തത്തിലൊരു നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് ഈ ഒരു മദ്രാസ് കഫേ നമുക്ക് തരുന്നത്. അപ്പം ആരെങ്കിലും തൊടുപുഴ മണക്കാട് റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് മദ്രാസ് കഫേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.